വെൽക്കം ബാക്ക്. അങ്ങനെ ഐറീനും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കാസിയും കൂടി സ്കോട്ടിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. അവരെല്ലാവരും കൂടെ ഒരു ടാക്സി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. സ്കോട്ട് രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഐറീൻ ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി സ്കോട്ടിന് ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്തു തന്നെ ലിൻഡ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവളെന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഒന്ന് തൊടാൻ പോയത് മാത്രമാണ് അവൻ ഓർമ്മയുള്ളൂ. ലിൻഡ വേഗം തന്നെ അവന്റെ കൈ അങ്ങ് പിടിച്ച് തിരിക്കുകയാണ്. ഏതോ ശത്രുക്കൾ അവൾ ഉപദ്രവിക്കാൻ വരികയാണ് എന്നും വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് സ്കോട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ വേഗം തന്നെ കൈ വിടുന്നുണ്ട്. ആ സമയം സ്കോട്ട്, ലിൻഡ, ഞാനൊരു പേഷ്യന്റാ, നീയൊക്കെ ഇങ്ങനെയാണോ പേഷ്യന്റിനോട് പെരുമാറുന്നത്? ലിൻഡ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചെറുതായിട്ട് കൈ തിരിച്ചല്ലുള്ളൂ, അത് ഞാൻ തന്നെ ശരിയാക്കി തരാം, നിന്റെ കൈ ഇങ്ങ് തന്നെ എന്ന് പറയുമ്പോഴേക്കും സ്കോട്ട് പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യരുത്, കുറച്ചങ്ങ് നീങ്ങി നിൽക്കാനായിട്ട്. അങ്ങനെ അവളെ മാറ്റി നിർത്തിയതിനു ശേഷം അവൻ ഡോക്ടറെ വിളിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഹെക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് സ്കോട്ടിന്റെ കയ്യിലെ പരിക്ക് കാണുന്നത്. നിനക്ക് ഇത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിന്റെ കൈ പെട്ടെന്ന് എങ്ങനെ ഒടിഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ലിൻഡ പറയുന്നുണ്ട്, അത് ചെറുതായിട്ട് ഉളുക്കിയതാണെന്ന്. എന്നിട്ട് സ്കോട്ടിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് ഐറിനാണ്, ഇനിയും നീ അവളെ വെറുതെ വിടാൻ പോവാണോ? സ്കോട്ട് പറയുന്നുണ്ട്, അവൾ എന്നെ ഒരു പ്രാവശ്യം രക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അവളോട് എപ്പോഴും ക്ഷമിക്കുന്നത്. പക്ഷെ ഇനിയും ഞാൻ അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവൾക്ക് ഉറപ്പായിട്ടും കിട്ടണം. ലിൻഡ അവനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ അവൻ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐറിനാണ് അവന്റെ അടുത്തേക്ക് വന്നതും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. അതുകൊണ്ടാണ് അവൻ ഐറിനോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുന്നത്. ഉടനെ തന്നെ അങ്ങോട്ട് ഐറിൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. ഉടനെ തന്നെ ലിൻഡ പറയുകയാണ്, അതെനിക്കറിയായിരുന്നു നിനക്ക് ഉറങ്ങാൻ പറ്റില്ലാന്ന്, കാരണം ഇവൻ മരിക്കണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്, ഇവൻ മരിക്കാത്തത് കൊണ്ട് തന്നെ നിനക്ക് ഉറക്കവും കിട്ടില്ല. എന്നിട്ട് ഐറിനെ സ്കാൻ ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സ്കോട്ടിനടിക്കാനായിട്ട് അന്ന് ആളുകളെ പറഞ്ഞയച്ചത് തന്നെ ഐറിനാണെന്ന്. അങ്ങനെ ആ സത്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്കോട്ടിന് മനസ്സിലാവുകയാണ്. അവനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. എന്നിട്ട് ഐറിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഓപ്ഷനിൽ വെച്ച് ഐറിൻ ഏത് ചെക്കനോടാണ് സംസാരിച്ചതെന്ന്. ഐറിൻ പറയുന്നുണ്ട്, സ്കോട്ട്, ഞാൻ ആരോട് സംസാരിക്കാനാ, നിനക്കെന്നെ വിശ്വാസല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങ് ഓടുവാണ്. അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അത് വെറും നാടകമാണെന്ന്. അങ്ങനെ പുറത്തെത്തിയ ഉടനെ തന്നെ അവൾ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കാസിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സ്കോട്ടിന് അവളെ ചെറുതായിട്ട് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഉടനെ അവരെന്തെങ്കിലും ചെയ്യണമെന്ന്. സ്കോട്ടിനെ ഡിസ്ചാർജ് ആക്കിയിട്ട് അവര് വീട്ടിലേക്ക് പോവാണ്. അവന്റെ അമ്മയാണെങ്കിൽ അച്ഛൻ ഇപ്പോഴും ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ജാരപുത്രൻ ആരാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ പിന്നെ ഈ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് നിങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അയാളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവര് വന്ന വിവരം അവന്റെ അമ്മ അറിയുന്നത്. എന്നിട്ട് അവരെ നോക്കിയിട്ട്, എന്റെ മക്കള് വന്നായിരുന്നോ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ഓടി പോവാണ്. സ്കോട്ടാണെങ്കിൽ, ആ അമ്മേ ഞാൻ വന്നു എന്ന് പറയുമ്പോഴേക്കും അവന്റെ അമ്മ അവനെ അങ്ങ് തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ലിൻഡയോട് പറയുന്നുണ്ട്, എന്റെ മോള് വന്നായിരുന്നോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സ്കോട്ടിന് വയ്യാതായ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. സ്കോട്ട് വീണ്ടും, ആ അമ്മേ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു, എന്നൊന്ന് നോക്ക് എന്ന് പറയുമ്പോഴേക്കും അവനെ വീണ്ടും തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ലിൻഡയ്ക്ക് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സ്കോട്ടിന്റെ അച്ഛന്റെ ജാരസന്തതിയെ കുറിച്ച് പറയാനായിട്ട് പറയുകയാണ്. സ്കോട്ട് വന്നിട്ട്, അമ്മേ ഇത് കൊണ്ടൊന്നും ഉപകാരമില്ല എന്ന് പറയുമ്പോഴേക്കും വീണ്ടും അവനെ തള്ളി മാറ്റുന്നുണ്ട്. അതോടെ അവൻ നിർത്തുകയാണ്. ഒന്നും മിണ്ടാതെ ആ സൈഡിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. ലിൻഡ അയാളെ സ്കാൻ ചെയ്തിട്ട് മനസ്സിൽ പറയുകയാണ്, ഇയാൾ ഭയങ്കര അഹങ്കാരിയാണ്, പക്ഷെ ഒരു തെരി പോലും ബുദ്ധിയില്ല. ആ ചെക്കൻ ഇയാളുടെ മകനാണെന്ന് പറഞ്ഞപ്പോ ഇയാൾ അതങ്ങ് വിശ്വസിച്ചു. ഒരു DNA ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല.
സത്യത്തിൽ ആ ചെക്കനും ഇയാൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉടനെ തന്നെ ഇയാളുടെ പേരിലുള്ള എല്ലാ കമ്പനി ഷെയറും ആ ചെക്കൻ സ്വന്തമാക്കും. എന്നിട്ട് ഇയാളെ കൊന്നുകളയും. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. സ്കോട്ടിന്റെ അമ്മയാണെങ്കിൽ അയാളെ വീണ്ടും അടിക്കാനായിട്ട് പോവാണ്. രാത്രിയാകുമ്പോൾ സ്കോട്ട് ലിൻഡയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബെഡ് നനഞ്ഞേക്കുവാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിൻഡ അവനെ സ്കാൻ ചെയ്യുന്നുണ്ട്. ആ സമയം അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അവന്റെ ബെഡ് അവൻ തന്നെയാണ് നനച്ചതെന്ന്. എന്നിട്ട് പറയുകയാണ്, ഈ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, അതിലേതെങ്കിലും റൂമിൽ പോയി കിടന്നാ പോരെ. അപ്പോഴത്തേക്കും സ്കോട്ട് അവന്റെ കാർഡ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ലിൻഡ അത് വേഗം വാങ്ങിയിട്ട്, നിനക്കിവിടെ കിടക്കണമെങ്കിൽ കിടക്കാലോ, അതിനെന്താ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, അവൻ ഇന്നിവിടെ കിടക്കാം, അതിന് പകരം ലിൻഡ ഏതെങ്കിലും റൂമിൽ പോയി കിടന്നോളാന്ന്. എന്നിട്ട് അവള് പോകാൻ നിൽക്കുമ്പോഴേക്കും അവൻ അവളെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ രണ്ടും കൂടി ബെഡിലേക്കൊക്കെ വീഴുന്നുണ്ട്. എന്നിട്ട് സ്കോട്ട് പറയുകയാണ്, നിനക്കെന്നെ ടച്ച് ചെയ്യാൻ ഒരുപാട് ഇഷ്ടല്ലേ, അപ്പോ പിന്നെ നിനക്കെന്റെ ദേഹത്തെ കിടന്നുറങ്ങിക്കൂടെ. അത് കേൾക്കുമ്പോൾ ലിൻഡ, നീ എന്തൊക്കെയാ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുകയായിരിക്കും. പെട്ടെന്നാണ് അവൾ സ്ലിപ്പാവുന്നതും അവരറിയാതെ കിസ് ചെയ്യുന്നതും. എന്നിട്ട് അവൾ ഉടനെ തന്നെ എഴുന്നേറ്റ് മാറിയിരിക്കുകയാണ്. സ്കോട്ട് വീണ്ടും പറയുകയാണ്, നിനക്കെന്നെ കിസ് ചെയ്യണമെങ്കിൽ കിസ് ചെയ്യാം, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യാൻ പോകുമ്പോഴേക്കുമാണ് അങ്ങോട്ട് ജെസിക്ക വരുന്നതും ഹെക്ടർ അപകടത്തിലാണെന്ന് പറയുന്നതും. അവനെ ആ ലേഡി ബോയ് കൊണ്ടുപോയേക്കുവാണ്. ഹെക്ടറിന്റെ എല്ലാ ഓർഗൻസും എടുക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെക്ടർ പറയുന്നുണ്ട്, നീ ഒരു ചെക്കനാണെന്ന് എനിക്കറിയാന്ന്. ആ ചെക്കൻ പറയുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയുന്നത് കൊണ്ട് തന്നെ നിന്റെ എല്ലാ ഓർഗൻസും ഞാൻ എടുക്കുന്നില്ല, ആ കണ്ണും വൃക്കകളും മാത്രമേ എടുക്കുന്നുള്ളൂന്ന്. എന്നിട്ട് അവന് കുത്താൻ പോകുമ്പോഴേക്കുമാണ് ലിൻഡ അങ്ങോട്ട് വരുന്നത്. ലിൻഡയെ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നത്. ഏതായാലും നീയും കൂടി ഇങ്ങോട്ട് വന്നതല്ലേ, നിന്റെ ഓർഗൻസും കൂടി ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ലിൻഡയെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ലിൻഡയാണെങ്കിൽ ആ കത്തി അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അയാളെ ഇടിച്ച് താഴത്തിടുകയാണ്. സ്കോട്ടും ജെസിക്കയും ഉടനെ തന്നെ വന്നിട്ട് ഹെക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയാൾ അവരോട്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ഇവിടെ നിന്നും ഒരാള് പോലും ഇനി ജീവനോടെ പോകുകയില്ല എന്ന് പറയുമ്പോഴേക്കും ലിൻഡ പറയുന്നുണ്ട്, നീ ആരാണെന്നും നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവയവ കടത്തിലെ ഏറ്റവും വലിയ പ്രതിയല്ലേ നീ. നിന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെക്കാനായിട്ട് നീ പെൺവേഷം കിട്ടി നടക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെല്ലാം കേൾക്കുമ്പോൾ അവരാകെ ഞെട്ടുന്നുണ്ട്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ലിൻഡയ്ക്ക് എല്ലാം മനസ്സിലായത് കൊണ്ട് തന്നെ അയാൾ ലിൻഡയെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ലിൻഡയാണെങ്കിൽ അയാൾക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലീസിനെ ഏൽപ്പിക്കാനായി അങ്ങ് മാറ്റിയിരുത്തുകയാണ്. പക്ഷെ പെട്ടെന്നാണ് അയാൾ ഒരു കത്തി എടുത്തുകൊണ്ട് ലിൻഡയെ കുത്താനായിട്ട് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ സ്കോട്ട് ലിൻഡയെ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ ആ കത്തി സ്കോട്ടിന്റെ ദേഹത്ത് തട്ടുകയാണ്. അധികം ആഴത്തിലൊന്നും മുറിയുന്നില്ല, ജസ്റ്റ് കോർന്നത് മാത്രമേ ഉള്ളൂ. ലിൻഡ ഉടനെ തന്നെ അയാൾക്കൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം പോലീസിനെ ഏൽപ്പിക്കുകയാണ്. അവള് തന്നെയാണ് സ്കോട്ടിനെ എടുത്തോണ്ട് വീട്ടിലേക്ക് പോകുന്നതും. അവന് നാണക്കേടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊക്കെ കിസ് ചെയ്യാൻ പോകുമ്പോഴേക്കുമാണ് കൃത്യസമയത്ത് സ്കോട്ടിന്റെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നതും ലിൻഡയെ വഴക്ക് പറയുന്നതും. ലിൻഡ കാരണം അവരുടെ വീട്ടില് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്കോട്ടിന്റെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. എന്നിട്ട് അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങള് കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന്. അത് കേട്ട ഉടനെ തന്നെ സ്കോട്ടിന്റെ അച്ഛൻ ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അമ്മ അങ്ങനൊന്നും പറയണ്ടായിരുന്നു എന്ന് സ്കോട്ട് പറയുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ പ്ലാനിങ്ങാ. എനിക്ക് ഉറപ്പാണ് നിന്റെ അച്ഛൻ ഇപ്പോൾ പോകുന്നത് അയാളുടെ ജാരസന്തതിയുടെ അടുത്തേക്കായിരിക്കും. അയാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ചെറുക്കൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലിൻഡയ്ക്കും ആ പ്ലാൻ ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അവന്റെ അച്ഛനെ ഫോളോ ചെയ്യാനായിട്ട് ഹെക്ടറിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് സ്കോട്ടിന് ഐറിന്റെ കോള് വരുന്നത്. അവള് പറയുന്നുണ്ട്,
അന്ന് അവള് ആരോട് സംസാരിച്ചത് എന്നറിയാനും കാസി ആരാണെന്നറിയാനും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ സ്കോട്ട് ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവന്റെ ഒപ്പം തന്നെ ലിൻഡയും ജെസിക്കയും പോകുന്നുണ്ട്. ലിൻഡ അവളെ സ്കാൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് കാസിയാണെന്ന്. സ്കോട്ടിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് അവന്റെ അച്ഛനിൽ നിന്നും എല്ലാ ഷെയർസും കൈക്കലാക്കാനും അവന്റെ അച്ഛനെ ആക്രമിക്കുവാനുമാണ് കാസി ശ്രമിക്കുന്നത് എന്ന് ലിൻഡയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ഉടനെ തന്നെ സ്കോട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ഉടനെ പോകണം എന്ന് പറയുമ്പോഴേക്കും ഐറിൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളിപ്പോ ഒരുപാട് ലേറ്റായി. നിന്റെ അച്ഛന്റെ പേരിലുള്ള കമ്പനിയുടെ എല്ലാ ഷെയറും കാസി ഇപ്പോ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇനി ഒന്നുമില്ലാത്ത വേസ്റ്റുകൾ മാത്രം. അത് കേൾക്കുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട്, ഐറിൻ, ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. എന്റെ അച്ഛന്റെ പേരിലുള്ള എല്ലാ ഷെയറുകളും കഴിഞ്ഞ ആഴ്ച എന്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ അച്ഛന്റെ പേരിൽ കമ്പനിയുടെ ഒരു ഷെയറും ഇല്ല. അതായത് നിങ്ങൾ ഈ പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആയി. ഐറിൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാരും കൂടി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവാണ്. സ്കോട്ടിന്റെ അച്ഛൻ ഇപ്പോൾ പോയിട്ടുള്ളത് അയാളുടെ ചാരപുത്രന്റെ അടുത്തേക്കാണ്, അതായത് കാസി. ഇത് തന്നെയാണ് ഐറിന്റെ ബോയ്ഫ്രണ്ടും. സ്കോട്ടിന്റെ അച്ഛന്റെ പേരിലുള്ള എല്ലാ കമ്പനി ഷെയറും കാസിയുടെ പേരിലേക്ക് ആക്കണം എന്നവൻ ആവശ്യപ്പെടുമ്പോൾ സ്കോട്ടിന്റെ അച്ഛൻ ലിൻഡ പറഞ്ഞത് ഓർക്കുകയാണ്. എന്നിട്ട് കാസിയോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും എന്റെ മകൻ തന്നെയാണോന്ന്. അത് കേട്ടതും കാസിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട്, ഞാൻ നിങ്ങളുടെ മകനല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ, വേഗം തന്നെ ഈ എഗ്രിമെന്റിൽ ഒപ്പിട് എന്നും പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ലിൻഡ വരുന്നത്. കാസി ഉടനെ തന്നെ സ്കോട്ടിന്റെ അച്ഛനെ തള്ളിയിടുകയാണ്. എന്നിട്ട് വേഗം രക്ഷപ്പെടുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടേക്ക് ഐറിനും വന്നിട്ടുണ്ട്. അവൾ അവനോട് സ്കോട്ടിന്റെ അച്ഛന്റെ പേരിൽ ഒരു സ്വത്തുക്കളുമില്ല, എല്ലാം സ്കോട്ടിന്റെ പേരിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്കോട്ടിന്റെ ഫാമിലിയിലെ എല്ലാവരെയും കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. സ്കോട്ടിന്റെ അച്ഛനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ഒന്നും പറ്റുന്നില്ല. ലിൻഡ കാരണമാണ് അവരുടെ ഫാമിലിയിൽ വരാനിരുന്ന ഏറ്റവും വലിയ അപകടം ഒഴിഞ്ഞു മാറിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. രാത്രിയാകുമ്പോൾ കേസി സ്കോട്ടിന്റെ അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് വരുന്നുണ്ട്. അയാളെ കൊല്ലാനാണ് വന്നതെങ്കിലും അപ്പോഴത്തേക്കും അങ്ങോട്ട് ഹെക്ടർ വരുന്നത് കാരണം അവനെ മയക്കിയിട്ട് തട്ടിക്കൊണ്ടുപോവാണ്. അതേസമയം തന്നെ ജെസിക്കയുടെയും അവളുടെ അമ്മയുടെയും അടുത്തേക്ക് ഐറിൻ വരികയാണ്. കൂടെ ഐറിന്റെ ആൾക്കാരും ഉണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരെയും കൂടി തട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ കാസിയും ഐറിനും കൂടി സ്കോട്ടിന്റെ അമ്മയെയും അനിയനെയും പെങ്ങളെയും തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം ലിൻഡയും സ്കോട്ടുമാണ്. അവരുടെ അടുത്തേക്കും ഐറിനും അവരുടെ ആൾക്കാരും ചെല്ലുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് സ്കോട്ടിന് ഒരു കോൾ വരുന്നത്. കാസി പറയുന്നുണ്ട്, അവന്റെ അമ്മയെയും അനിയനെയും അനിയത്തിയെയും രക്ഷിക്കണമെങ്കിൽ സ്കോട്ട് ഉടനെ തന്നെ അവൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. അങ്ങനെ ലിൻഡയും സ്കോട്ടും കൂടി പോകാൻ നിൽക്കുമ്പോൾ ഐറിൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് പോകാൻ കഴിയുള്ളൂ എന്ന്. ലിൻഡ സ്കോട്ടിനോട് പറയുന്നുണ്ട്, ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും, നീ ഉടനെ തന്നെ അവരുടെ അടുത്തേക്ക് പോകണമെന്ന്. അവൾ വരാതെ ഒന്നും ചെയ്യരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ലിൻഡ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ സ്കോട്ട് പോവുകയാണ്. ഐറിൻ പറയുന്നുണ്ട്, ലിൻഡ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ അവന് നിന്നോട് ഒരു സ്നേഹമില്ലാന്ന്. നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ട് നിന്നെ രക്ഷിച്ചേനെ. പക്ഷെ ഫാമിലിയുടെ കാര്യം പറയുമ്പോഴേക്കും അവനങ്ങ് പോയില്ലേ. ലിൻഡ തിരികെ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന നിന്നെ കാസിക്ക് വല്ല ഇഷ്ടമുണ്ടോന്ന്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കുറച്ച് ആൾക്കാരെ അടിച്ചിട്ടു, പക്ഷെ ഇവരങ്ങനത്തെ ആൾക്കാരല്ല. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇത്രയും മിടുക്കന്മാരെ കൊണ്ടുവന്നത്. ഇവരെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ലിൻഡയ്ക്ക് അവരെ താഴെയിടാൻ 2 സെക്കൻഡ് മാത്രമേ ആവശ്യം വന്നുള്ളൂ. എന്നിട്ട് അവളെയും കാസിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. സ്കോട്ട് അങ്ങോട്ട് പോയിട്ട് കാസിയുടെ ആൾക്കാരെ അടിച്ചിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്കോട്ടിന് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാസി സ്കോട്ടിന്റെ ശരീരത്തിൽ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ശരീരം തളരാനുള്ള മരുന്നാണ് ഞാൻ നിനക്ക് കുത്തിവെച്ചേക്കുന്നത്. ഇനി കുറച്ചു സമയത്തേക്ക് നിനക്ക് നടക്കാനായിട്ട് സാധിക്കില്ല.
നിന്നെ ഞാൻ ഇവിടുന്ന് തള്ളി താഴെ ഇട്ടാലും നിന്റെ മരണ കാരണം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നിനക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് താഴെ വീണു മരിച്ചു, അങ്ങനെ മാത്രമേ ന്യൂസിൽ വരുള്ളൂ. എന്നിട്ട് സ്കോട്ടിനെ ഒരു വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. എന്നിട്ട് അവനെ തള്ളിയിടാനായിട്ട് കൊണ്ടുപോവാണ്. അതേ സമയത്ത് തന്നെയാണ് ലിൻഡ ഐറിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് കാസിയോട് പറയുന്നുണ്ട്, ഐറിനെ ഒന്നും ചെയ്യണ്ടെങ്കിൽ സ്കോട്ടിനെ ഒന്നും ചെയ്യാൻ പാടില്ലാന്ന്. ഐറിനും പറയുന്നുണ്ട് അവളെ രക്ഷിക്കാനായിട്ട്. കാസി പറയാണ്, എനിക്ക് ഇവരുടെ എല്ലാ സ്വത്തുക്കളും വേണം. നിനക്ക് എന്ത് പറ്റിയാലും എനിക്കത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാണ്, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കല്ലറയുടെ അടുത്തേക്ക് ഞാൻ എല്ലാ വർഷവും ഫ്ലവേഴ്സ് ആയിട്ട് വരും. അതും പറഞ്ഞുകൊണ്ട് സ്കോട്ടിനെ താഴേക്ക് ഇടാനായിട്ട് നോക്കുകയാണ്. ലിൻഡയും അവന്റെ കൂടെ തന്നെ താഴേക്ക് ചാടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പോലീസുകാരും അങ്ങോട്ട് എത്തുന്നുണ്ട്. ലിൻഡ അവളുടെ പവർ ഉപയോഗിച്ചിട്ട് സ്കോട്ടിനെ രക്ഷിക്കുകയാണ്. അവള് പറയുന്നുണ്ട്, അവള് വരാൻ കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ സ്കോട്ടിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലാന്ന്. എന്നിട്ട് അവനെ വഴക്ക് പറയാൻ നോക്കുമ്പോഴേക്കും അവൻ അവളെ കിസ് ചെയ്യുകയാണ്. ലിൻഡ കാരണം അവരുടെ എല്ലാവരുടെയും ഭാവി മാറുകയാണ്. ഇപ്പോൾ അവരുടെ ഫാമിലി നല്ല ഹാപ്പിയാണ്. അവന്റെ അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. അച്ഛന്റെ ഹെൽത്തും ഇപ്പൊ നന്നായിട്ടാണ് പോകുന്നത്. സ്കോട്ടും ലിൻഡയും തമ്മിൽ ഇപ്പൊ പുതിയൊരു അഗ്രിമെന്റ് ഉണ്ട്. സ്കോട്ടിന്റെ എല്ലാ പണവും കമ്പനിയുടെ എല്ലാ ഷെയറും ലിൻഡയ്ക്ക് കൊടുക്കാം. അതിന് പകരം സ്കോട്ടിന്റെ കൂടെ ലൈഫ് ലോങ് അവൾ ഉണ്ടാകണം. അങ്ങനെ അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാണ്.